ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡി ഡാഫോഡിൽസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു എഗ് ബുർജിയാണ്, മുട്ടത്തോരൻ. ഓക്കെ, നമ്മളെല്ലാം സാധാരണ ചെയ്യണതാണ്. ഇത് എൻ്റെ ഒരു വേർഷനാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 3-4 സവാള ചെറുതായതുകൊണ്ടാണ് 4 എടുത്ത്. വലിയ സവാളയാണെങ്കിൽ 2 സവാള അല്ലെങ്കിൽ 3 സവാള മതി. അതെല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞു. 2 തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഓയിലൊഴിക്കുക. ആദ്യം എന്നിട്ട് സവാള നമ്മൾ അതിലേക്ക് ഇടുക. നന്നായിട്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ സാധാരണ നോർമൽ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കണതല്ലേ. സവാളയൊക്കെ നല്ല മിക്സായി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. സവാള ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത്, ഞാനാണെങ്കിൽ സവാള ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതാണ് പറയുന്നത്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടായിരിക്കും സവാള വഴണ്ട് വരുന്നതെന്തോ. എല്ലാവരും പറയും ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്നാവുമെന്ന്. അപ്പോൾ നമുക്ക് ഗ്യാസും കൂടെ ലാഭിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു കണക്ക് ഉദ്ദേശത്തിലങ്ങ് ഇട്ടതാണ്. ഉപ്പിട്ട് എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം നമ്മുടെ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഏകദേശം ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് എടുത്തത്. തക്കാളി ഒത്തിരി കൂടണ്ട, അങ്ങ് ഈ പുളിയായിപ്പോവും. ഇതുപോലെ ചെറിയ 2 തക്കാളി എടുത്താൽ മതി. ഇനി നമ്മൾ 1 ഗ്രീൻ ചില്ലിയാണ് എടുത്തത്. 1, 2, 3 ഒക്കെ വരെ ആയാൽ ഇവിടെ കുട്ടികൾക്ക് കൂടെ കൊടുക്കേണ്ട ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴും പച്ചമുളക് കടിക്കാൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ 1 പച്ചമുളക് ഇട്ടത്. നിങ്ങൾക്ക് 2, 3 പച്ചമുളകൊക്കെ ഇടാം. പിന്നെ ഞാൻ എരിവിന് വേണ്ടി കുരുമുളകാണ് യൂസ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് ചേർക്കുമ്പോൾ കുരുമുളക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പച്ചമുളക് ഒരെണ്ണമായിട്ട് കുറച്ചത്. ഇനി തക്കാളി, ഈ പച്ചമുളക് ഈ ഉള്ളിൽ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഏകദേശം മിക്സായി വന്നപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മുടെ കുരുമുളക് പൊടിയാണ്, മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 2 ടീസ്പൂണ്, ചെറിയ സ്പൂണിന് 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം, പക്ഷേ ഇതിപ്പോൾ എനിക്ക് കണക്കായിരുന്നു ഇത്രയും കുരുമുളക് പൊടി ഇട്ടത് തന്നെ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ ഇടുന്ന ടൈമിൽ എല്ലാവരും അറിയാമല്ലോ, നമ്മളാണെങ്കിൽ ഗ്യാസും തീയൊക്കെ മീഡിയത്തിലോട്ടൊക്കെ വെച്ച് കുറച്ച് കൊടുക്കണം. പിന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മീറ്റ് മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ അത് കുറച്ചിടും. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആരും ഇങ്ങനെ മീറ്റ് മസാല, ചിക്കൻ മസാല ഇടുന്നത്. ചേർക്കുന്നവരുണ്ടായിരിക്കും. ഞാനാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എഗ്ഗ് വെച്ചുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ, മുട്ടക്കറിയോ മുട്ട റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ മീറ്റ് മസാല ഏതാണോ കയ്യിലുള്ളത് അത് കുറച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ കറിക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അത് ചേർക്കുമ്പോൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. നിങ്ങളുടെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പുതിയ ചാനലാണ്, നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എനിക്ക്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ്ഗാണ്. ഞാൻ 4 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിനുള്ളതാണ്, അതുകൊണ്ട് 4 എഗ്ഗ് മതി നമുക്ക്. ഇതുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേറെ ചോറിന് കൂട്ടാനൊന്നും വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് നമ്മൾ ഒരു കണക്കനുസരിച്ച് 4, 5, 6 മുട്ടയൊക്കെ വരെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അവിടെ നിന്ന് നോക്കുകയാണ്, ദൂരെ കാണുന്നൊരു മലയാണ്, അതിൻ്റെ പേര് മൂക്കുന്നി മല എന്നാണ്. ഇനി നമ്മുടെ ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെറുതായിട്ടായിരിക്കും കറിവേപ്പിലയും ചേർക്കാം. അതും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. ആ പറന്ന് വരുന്ന ശ്രീകൃഷ്ണ പരുന്താണ്. നമ്മളുടെ ഇവിടെ എപ്പോഴും ഇങ്ങനെ വരും. കുറേ പരുന്തുകൾ ആ കമ്പിയിൽ വന്നിങ്ങനെ ഇരിക്കും. കാണാൻ നല്ല രസമാണ് ശ്രീകൃഷ്ണ പരുന്തിന്. ഏകദേശം നമ്മുടെ മുട്ടത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരത്തുള്ളൂ. മുട്ടത്തോരൻ കാണുമ്പോൾ ഇങ്ങനെ ചെറുതായിരിക്കുമ്പോൾ നല്ല രസമാണ്. എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്.
കൊള്ളാമോ? നല്ല ടേസ്റ്റ് ഉണ്ട്.